ഇപ്പോൾ സപ്പ നമ്മുടെ വള്ളിത്തക്കാളി ആട്ടോ, ഇത് വള്ളിത്തക്കാളി ഇതുണ്ടോ, ഇത്രയും ഇവിടം വരെ ആയിട്ടുണ്ട്. ഇതുണ്ട് നിറച്ച് പൂവാ, മുന്തിരിപ്പുര പോലെ പൂ വരും കണ്ടോ. ഇതുണ്ടോ പൂവ്, കാ കണ്ട മുളസ്. ഇതുണ്ട് കാ കാണിച്ച്. ഇതിങ്ങനെ വല കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഏറ്റി വിട്ടേക്കാം നമ്മൾ കേട്ടോ. ഇത് നമ്മുടെ പയർ. ഓക്കെ, ഇനി ഇതുണ്ടോ നമ്മുടെ ഇത് പുതിന കേട്ടോ മുളസേ. ഇത് നമ്മുടെ നിത്യക്കറി, നിത്യവഴുതന എന്ന് പറയും, നിത്യക്കറി എന്ന് പറയും. ഇത് മെഴുക്കുരുട്ടിയൊക്കെ വെക്കാൻ നല്ലതാണ് തോന്നുന്നു. ഇത് കഴിച്ചിട്ടുള്ളവരുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊണ്ട് കിടക്കുന്നു ഇവിടെ കയറി വന്നു, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൊണ്ട് കിടക്കുന്നു. വാ, ഇതുകൊണ്ട് അങ്ങനെ കരിയാപ്പ് നിൽക്കുന്നുണ്ട്. നല്ല ഇലയല്ല, വലിയ പുഴുക്കത്തൊന്നും ഇല്ലല്ലോ, നൈസ് ഇലയല്ല കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുക്കുമ്പർ നല്ല വിളവായിരുന്നു. പീപ്പെട്ട നമ്മൾ കുക്കുമ്പർ നട്ടിട്ടുണ്ട്, വള്ളി വീശിയിട്ടുണ്ട് കണ്ടോ. ഏകദേശം പൂടാറായി. നമ്മുടെ കൂട്ടിക്കലെ കൃഷിഭവനിൽ നിന്ന് മേടിച്ചാട്ടോ ഈ തൈകളൊക്കെ. അതിൻ്റെ പയർ കണ്ടോ, പയർ നമുക്ക് ന്യായമായിട്ട് കയറിയിട്ടുണ്ട്. ഇനി അതിനി ഈ വലയിലോട്ട് കയറി കൊള്ളുമ്പോൾ ഫുള്ള് വലയം കെട്ടിയിട്ടൊക്കെ വരും മൊത്തം. കുക്കുമ്പർ ആദ്യം കേട്ടോ. വലയൊന്ന് കാണിച്ച മുളസ് ഇങ്ങനെ വല കിട്ടിയേക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക. ഇതേ നമ്മുടെ നാടൻ കപ്പളമാണ്. നമ്മളത് റെഡ് ലേഡി കുരു കൂട്ടി കളിപ്പിച്ച കപ്പളം നിൽക്കുന്നുണ്ട് കണ്ടോ. അതായത് കോട്ടൺ വേണം ഇങ്ങനെ പുല്ല് നട്ടേക്കാണ്, ഇതുപോലെ നട്ട് വെച്ചേക്കും. ഇപ്പം പൂട്ടായിരുന്നു രണ്ട് മുളസ് പൂ കാണിക്കുന്നത് കണ്ടോ, പൂവിട്ടിട്ടുണ്ട് ഇതിന്. മുല്ലപ്പൂവിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ കണ്ടോ, നിറച്ച് മുല്ലപ്പൂവാണ്. അതൊരു എല്ലാ മുളസിന് ഓർമ്മയുണ്ട് ആ മുല്ലപ്പൂവൊക്കെ പണ്ട്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമല്ലോ എല്ലാവരും. പണ്ട് ഇതുപോലെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഓരോ വീട്ടിൽ വെളുപ്പിനൊക്കെ പോയി പറക്കുമായിരുന്നു. എന്നിട്ട് കോർത്ത് തലയിൽ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരില്ലേ, കാരണം നിനക്കൊക്കെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അന്നേരം മുണ്ടക്കാൻ പോവുക, ഒരു മുഴം 2 മുഴം വെച്ച് മേടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ഷംനാടൊക്കെ സമയത്ത് കോർത്ത് കെട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളക് നല്ല വിളവായിരുന്നു. പ്രിയപ്പെട്ട നമ്മൾ കുറച്ച് കൂടുതൽ നടാമെന്ന് ആഗ്രഹിച്ചാൽ വിത്ത് കുറച്ചേ കിട്ടിയുള്ളൂ. തണലത്ത് മാറ്റി വെച്ച് ഇതുപോലെ കിളിപ്പിക്കണം കേട്ടോ. നമ്മുടെ വഴുതന. അപ്പം നമ്മുടെ കപ്പയുടെ അപ്ഡേറ്റ് നമ്മൾ ഇടാമെന്ന് പറഞ്ഞായിരുന്നു. കപ്പ കിളുത്തിട്ടുണ്ട്, നോക്കി മുളസ് ഒന്ന് കാണിച്ചിട്ടത് കേട്ടോ. അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും ഏറ്റവും വലിയ തണ്ട് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല കരുത്തുള്ളത് നോക്കി മാത്രം നിർത്തുക, ബാക്കിയുള്ള ഒടിച്ച് കളഞ്ഞേക്കണം കേട്ടോ. ഇതൊരെണ്ണം കരുത്തുള്ളതാണ്, ഇതൊരെണ്ണം കരുത്തുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന ഈ ചെറുതൊക്കെ ഒടിച്ചൊടിച്ച് കളയണം. ഇതല്ല, ഇത് ചെറുതാണ്, ഒടിച്ച് കളയണം. ഒരടി അകലത്തിലുള്ളത് മാത്രം നിർത്തുക. അപ്പോൾ ഒരു 6-7 തണ്ട് മെയിനായിട്ടുള്ളത് കിളിക്കും നമുക്ക്. ബാക്കി അപ്ഡേറ്റ് പുറകെ വരും കേട്ടോ.